ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യുഎഇയിലെ പബ്ലിക് സ്കൂൾസിലെ ടീച്ചിങ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന റെസ്പോൺസ് വളരെ വലുതായിരുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 2024 യുഎഇയിലെ പബ്ലിക് സ്കൂൾ റിക്രൂട്ട്മെൻറ്റിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സുകൾ എന്നിവ വളരെ വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതിനാൽ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് തന്നെ യുഎഇയിലെ പബ്ലിക് സ്കൂൾസിലെ റിക്രൂട്ട്മെൻറ്റിന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുൻകാലങ്ങളിൽ യുഎഇയിലെ പബ്ലിക് സ്കൂളുകൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലായിരുന്നു. ഇപ്പോൾ യുഎഇയിലെ പബ്ലിക് സ്കൂളുകളെല്ലാം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ നിന്നും എമിറേറ്റ് സ്കൂൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അഥവാ ESE എന്ന ഓർഗനൈസേഷന് കീഴിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതിനാൽ ഈ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളും റിക്രൂട്ട്മെൻറ്റുകളും കാര്യങ്ങളുമെല്ലാം ESEയുടെ അണ്ടറിലാണ് ഇപ്പോൾ. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ESEയുടെ കീഴിലുണ്ടായിരുന്ന മികച്ച പബ്ലിക് സ്കൂളുകൾ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോടു കൂടി ചാർട്ടേഡ് സ്കൂളുകളായിട്ട് മാറിയിട്ടുണ്ട്. ചാർട്ടേഡ് സ്കൂളുകളിലെ റിക്രൂട്ട്മെൻറ്റുകൾ ഏത് പ്രൈവറ്റ് അതോറിറ്റിയാണ് ആ സ്കൂളുകൾ നടത്തുന്നത് അവയുടെ കീഴിലായിരിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ യുഎഇ പബ്ലിക് സ്കൂളുകളിൽ പഠിപ്പിക്കുവാൻ ഫ്രഷേഴ്സിനെയും ഹയർ ചെയ്യുമായിരുന്നു. പക്ഷേ ESEക്ക് അണ്ടറിലായതിനു ശേഷം യുഎഇയിലെ പബ്ലിക് സ്കൂളുകളിൽ അഥവാ ESEയുടെ കീഴിലായാലും ചാർട്ടേഡ് സ്കൂൾസിലായാലും നിങ്ങൾക്ക് ജോലി നേടണമെങ്കിൽ നിങ്ങൾക്കൊരു ടീച്ചിങ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് ഒന്നുകിൽ BEdോ അല്ല എങ്കിൽ PGCE + QTSO ഉണ്ടായിരിക്കണം. അതുകൂടാതെ 2 വർഷത്തിൽ കുറയാതെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനെയാണ് ഈ പോസ്റ്റുകളിൽ പലതിലും പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് ഇപ്പോൾ യുഎഇയിലെ പബ്ലിക് സ്കൂൾസുകളിൽ വർക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. യുഎഇയിലെ പബ്ലിക് സ്കൂളുകളിൽ ടീച്ചറായി വർക്ക് ചെയ്യുവാൻ വേണ്ട എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യുഎഇയിലെ പബ്ലിക് സ്കൂളുകളിൽ അത് ESEയുടെ കീഴിലുള്ളതാണെങ്കിലും ചാർട്ടേഡ് സ്കൂളുകളാണ് എങ്കിലും അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാൻ വേണ്ട ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് BA or BSc + BEd ആണ്. അതുകൂടാതെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളായിട്ടുള്ള BSc Ed or BA Ed കംപ്ലീറ്റ് ചെയ്തവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും അതല്ല BScക്ക് ശേഷം PGCE + QTS ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ബേസിക് ക്വാളിഫിക്കേഷന് ശേഷമുള്ള 2 വർഷത്തിൽ കുറയാത്ത സ്കൂൾ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വേണം. ഈ സ്കൂൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാട്ടിൽ നിന്നുള്ള സ്കൂൾ എക്സ്പീരിയൻസോ അല്ല എങ്കിൽ UAEയിൽ നിന്നുള്ള എക്സ്പീരിയൻസോ കാണിക്കാൻ സാധിക്കുന്നതാണ്. UAEയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കോളേജ് ലെവൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആ എക്സ്പീരിയൻസ് ഇവിടെ ടീച്ചിങ്ങിനായിട്ട് പരിഗണിക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും 2 വർഷത്തെ സ്കൂൾ ലെവലിലുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. എങ്ങനെയാണ് യുഎഇയിലെ പബ്ലിക് സ്കൂൾസിലെ ടീച്ചിങ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ESEയുടെ ഒരു ഒഫീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പോർട്ടലുണ്ട്. career.ese.gov.ae എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വെബ്സൈറ്റിൽ ഇപ്പോൾ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ടീച്ചിങ് ജോബുകളൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് എ CV എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ CV സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഈ പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ലിങ്ക്ഡിനും ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് edvectus.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് യുഎഇയിലെ ESE സ്കൂളുകളിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഒഫീഷ്യൽ പാർട്ട്ണറാണ്. ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ESE സ്കൂളുകളിലെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എഡ്വെക്ടസിന് കീഴിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ UAEയിൽ പ്രസൻ്റ് ആയവർക്ക് അല്ലെങ്കിൽ വാലിഡായിട്ട് UAE വിസ ഉള്ളവർക്ക് എഡ്വെക്ടസിൻ്റെ കൂടെ ESE റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റായിട്ട് ESEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം. റിക്രൂട്ട്മെൻറ്റിൻ്റെ ഓരോ പ്രോസസ്സുകളും വളരെ വിശദമായി തന്നെ അവരുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അവർ ബാക്കി എന്താണ് പ്രോസസ്സ് എന്ന് അയച്ചു തരുന്നതാണ്. മൂന്നാമതായിട്ട് teachaway.com.
teachaway.com എന്ന് പറയുന്നതും ESCയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് പാർട്ണറാണ്. ഈ റിക്രൂട്ട്മെൻറ്റ് പാർട്ണർ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ESCയുടെ കീഴിലുള്ള ജോബുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഏജൻസി വഴി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രത്യേകം പൈസകളൊന്നും മുടക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാനും ജോലി നേടാനും സാധിക്കുന്നതാണ്. ESC റിക്രൂട്ട്മെൻറ്റുകൾ തികച്ചും സൗജന്യമാണ്. അതിനാൽ തന്നെ നിങ്ങളോട് ഇപ്പോൾ ഒരു ഏജൻസി പറയുകയാണ്, നിങ്ങൾ ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ESCയിൽ ജോബ് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ UAEയിലെ പബ്ലിക് സ്കൂളുകളിൽ ജോബ് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. കാരണം അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഒത്തിരി തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ഈ റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. ചാർട്ടർ സ്കൂളുകളിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതത് പ്രൈവറ്റ് ഓർഗനൈസേഷനുകളാണ്. ഏത് ഓർഗനൈസേഷന് കീഴിലാണോ ആ സ്കൂളുകൾ ഉള്ളത്, ആ ഓർഗനൈസേഷനാണ് കളക്റ്റീവായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. UAEയിൽ പ്രധാനമായിട്ട് താലിം, അൽദാർ എഡ്യൂക്കേഷൻ, ബ്ലൂംസ് എന്നീ ചാർട്ടർ സ്കൂൾ പ്രൊവൈഡറുകളാണുള്ളത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടർ സ്കൂളുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചാർട്ടർ സ്കൂൾ പ്രൊവൈഡറുകളുടെ ഒഫീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വെബ്സൈറ്റിൽ കയറി ജോബിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലിങ്ക്ഡിൻ എന്ന വെബ്സൈറ്റ് വഴിയും ഈ സ്കൂളുകൾ റിക്രൂട്ട്മെൻറ്റ് ആക്റ്റീവായിട്ട് നടത്തുന്നുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ല എങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് എടുത്ത് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് ഈ ജോബ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ചാർട്ടർ സ്കൂളുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ എലിജിബിലിറ്റീസ് ബാധകമാണ്. ആ എലിജിബിൾ ആയിട്ടുള്ളവർ മാത്രം ഈ റിക്രൂട്ട്മെൻറ്റ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, എത്രയാണ് UAEയിലെ പബ്ലിക് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിന് ടീച്ചേഴ്സിന് മന്ത്ലി ലഭിക്കുന്ന സാലറി എന്ന്. ESC സ്കൂളുകളിൽ ടീച്ചേഴ്സിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 16,000 ദിറംസ് മുതൽ 21,000 ദിറംസ് പെർ മന്ത് ആണ്. അതായത് ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 3,61,000 രൂപയ്ക്കും 4,74,000 രൂപയ്ക്കും ഇടയ്ക്കായിരിക്കും പെർ മന്ത് സാലറി എന്ന് പറയുന്നത്. നിങ്ങളുടെ നാഷണാലിറ്റി, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി സ്കെയിൽ. ചാർട്ടർ സ്കൂളുകളിൽ ജോലി ലഭിക്കുന്ന ടീച്ചേഴ്സിന് സാലറി കൂടാതെ അവർക്ക് അക്കോമഡേഷൻ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഒന്നുകിൽ അക്കോമഡേഷൻ ആയിട്ടോ അല്ല എങ്കിൽ അക്കോമഡേഷൻ അലവൻസ് ആയിട്ടോ ലഭിക്കും. അതുകൂടാതെ ചില സ്കൂളുകളിൽ അവർ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷണൽ ബെനിഫിറ്റും കൊടുക്കാറുണ്ട്. എവിടെയാണ് നിങ്ങൾക്ക് UAEയിലെ പബ്ലിക് സ്കൂൾസിൽ ജോബ്സിനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോലി ലഭിക്കുന്നത്? UAEയിലെ പബ്ലിക് സ്കൂൾസുകൾ എല്ലാ എമിറേറ്റുകളിലുമുണ്ട്. ഈ എമിറേറ്റുകളിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ്, സൈനിങ് ഓഫ്. ബൈ ബൈ.